നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ UAE-യിൽ പുരോഗമിക്കുകയാണ്. അഹ്ലൻ മോദി എന്ന പേരിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ UAE-യിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് 65,000-ൽ ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഈ മാസം 13-ന് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് അഹ്ലൻ മോദി എന്ന പേരിൽ പൊതുസമ്മേളനം നടക്കുക. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി രജിസ്ട്രേഷൻ ലിങ്ക് കഴിഞ്ഞ ദിവസം സംഘാടകർ പുറത്തുവിട്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 65,000 കവിഞ്ഞതോടെ രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചതായി സംഘാടകർ അറിയിച്ചു. ഇന്ത്യയും UAE-യും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വെളിവാക്കുന്ന സാംസ്കാരിക പരിപാടിയും UAE-യിലെ വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനത്തിലേക്കുള്ള കലാ-സാംസ്കാരിക പരിപാടികളുടെ പരിശീലനം ദുബായ് ഉൾപ്പെടെയുള്ള വിവിധ എമിറേറ്റുകളിൽ പുരോഗമിക്കുകയാണ്. 2000-ലധികം വോളണ്ടിയർമാരെയും പരിപാടിയോടനുബന്ധിച്ച് സജ്ജമാക്കിയിട്ടുണ്ട്. അധികാരം ഏറ്റെടുത്ത ശേഷം ഇത് 7ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുന്നത്. 24 ദുബായ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിജിറ്റലൈസ് ചെയ്യാത്ത കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ സേവന വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും പാർട്ട്നേഴ്സിന്റെ വിവരങ്ങൾ പുതുക്കാനും അവസരമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കമ്പനികളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എത്രയും പെട്ടെന്ന് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. കൃത്യസമയത്ത് ഇത് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഫീസിനത്തിൽ ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്യാത്ത പല കമ്പനികൾക്കുമുള്ള സർക്കാർ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. മന്ത്രാലയത്തിൽ നിന്നുള്ള ഈ നിർദ്ദേശം കമ്പനികൾ ഗൌരവത്തിലെടുക്കണമെന്ന് വിസപ്പ് അറേബ്യ മാനേജ്മെന്റ് കൺസൾട്ടന്റ് CEO മുഹമ്മദ് സുഹൈൽ ആവശ്യപ്പെട്ടു. ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ തന്നെ രേഖകളിൽ കൂടുതൽ സേവനങ്ങൾ കൂട്ടിച്ചേർക്കാനും പാർട്ട്ണർമാരെ ചേർക്കാനും ഒഴിവാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ കമ്പനിയുടെയും പ്രധാനപ്പെട്ടതും ആധികാരികവുമായ രേഖയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അഥവാ അഖദ് തഅസീസ്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് വരെ സൗദിയിൽ രൂപീകരിച്ചിട്ടുള്ള കമ്പനികളുടെ ആർട്ടിക്കിൾസുകൾ ഡിജിറ്റൽ രൂപത്തിലുള്ളവയായിരുന്നില്ല. അത്തരം ആർട്ടിക്കിൾസുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയും ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആക്ടിവിറ്റികൾ കൂട്ടിച്ചേർക്കുക, പാർട്ട്ണർമാരിലെ മാറ്റങ്ങൾ, മാനേജർമാരുടെ മാറ്റങ്ങൾ തുടങ്ങിയവ ഇതോടൊപ്പം ചെയ്യാനാവും. ഇത്തരം സേവനങ്ങളോടൊപ്പം സൗദിയിലെ നിക്ഷേപകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സൗജന്യമായി വിസപ്പ് അറേബ്യയിൽ നിന്ന് ലഭിക്കുമെന്നും മുഹമ്മദ് സുഹൈൽ പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ കൃത്യമായ രീതിയിൽ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യുന്നതിനാവശ്യമായ ഒരു എക്സ്പെർട്ട് ടീം തന്നെ വിസപ്പ് അറേബ്യ മാനേജ്മെന്റ് കൺസൾട്ടൻസിയിൽ പ്രവർത്തിക്കുന്നു. വിദേശികളുടെ പേരിൽ സ്വന്തം ഉടമസ്ഥതയിൽ കമ്പനി രൂപീകരിക്കുക, കമ്പനികളുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗജന്യ കൺസൾട്ടേഷൻ വിസപ്പ് അറേബ്യ നൽകി വരുന്നു. വിദേശ നിക്ഷേപകർക്ക് സ്ഥാപനം തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായ എല്ലാ സേവനങ്ങളും വിസപ്പ് അറേബ്യ ഉറപ്പു നൽകുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റിന്റെ സാംസ്കാരിക സമ്മേളനം നാളെ പാംസ് ബീച്ച് ഹോട്ടലിൽ വ്യവസായി MA യൂസഫലി ഉദ്ഘാടനം ചെയ്യും. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുഖ്യ പ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവന നടത്തിയിട്ടുള്ളവർക്കായി NSS ഏർപ്പെടുത്തിയിട്ടുള്ള ഭാരത കേസരി മന്നം പുരസ്കാരം MA യൂസഫലിക്ക് നൽകും. 10-12 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. നിർധനർക്ക് വീടൊരുക്കാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും. കുവൈറ്റിൽ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിയുന്ന വിദേശികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഷഹദ് അൽ യൂസഫ്. കഴിഞ്ഞ ദിവസം പ്രധാന നാടുകടത്തൽ കേന്ദ്രം സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. അതത് രാജ്യങ്ങളിലെ എംബസികളുടെ സഹകരണത്തോടെ നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കും. UAE-യിലെ ആദ്യ ബാറ്ററി റീസൈക്ലിംഗ് പ്ലാന്റായ ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗഗ് അൽ മറി, കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതികാര്യമന്ത്രി ഡോക്ടർ അംന അൽ ദഹ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. UAE പ്രസിഡൻഷ്യൽ കോർട്ട് ഇന്റർനാഷണൽ അഫയേഴ്സ് ഹെഡ് മറിയം ബിൻ മുഹമ്മദ് സയ്യിദ് അൽ ഗാരിബ് അൽ മിഹേറിയും ഉദ്ഘാടനത്തിനെത്തി. ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങിയത്. ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിന് തുടക്കം. ഷാർജയിലെ പ്രധാന കെട്ടിടങ്ങളെല്ലാം പ്രഭാപൂരിതമാണ്. ഫെസ്റ്റിവലിന്റെ 13ാം എഡിഷനാണ് ഇത്തവണ നടക്കുന്നത്. മേള ഈ മാസം 18 വരെ നീണ്ടു നിൽക്കും. ഷാർജയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വർണ്ണ വൈവിധ്യങ്ങളുടെ, പ്രകാശ വിസ്മയങ്ങളുടെ മനോഹര കാഴ്ചയ്ക്ക് ഷാർജയിൽ തുടക്കമായിരിക്കുകയാണ്. ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിന്റെ 13ാമത് എഡിഷനാണ് ഇത്തവണ നടക്കുന്നത്. 12 ഇടങ്ങളിൽ 12 ദിവസങ്ങളിലായി വിസ്മയ കാഴ്ചകളാണ് സന്ദർശകർക്കായി ഷാർജ ഒരുക്കിയിരിക്കുന്നത്. ഷാർജയുടെ സാംസ്കാരിക സവിശേഷതകളും രാജ്യം കരസ്ഥമാക്കിയ നേട്ടങ്ങളുമെല്ലാമാണ് ഇത്തരത്തിൽ കെട്ടിടങ്ങളുടെ ചുമരുകളിൽ മനോഹര ചിത്രങ്ങളായി നിറഞ്ഞു നിൽക്കുന്നത്.
ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റി ഹാളിന് സമീപത്തായി സജ്ജീകരിച്ചിരിക്കുന്ന ലൈറ്റ് വില്ലേജ് തന്നെയാണ് ഇത്തവണത്തെയും പ്രധാന ഹൈലൈറ്റ്. നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന മനോഹര കാഴ്ചകൾ കാണാനായി എത്തുന്നത്. I've been here for 20 years. I've heard about Light Festival. പക്ഷേ ഇതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി. I've seen it on YouTube. അതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. അല്ലെങ്കിൽ മറ്റേ നൂർ മോസ്ക് അവിടെയെല്ലാം കാണാറുണ്ട്. ബട്ട് വില്ലേജിൽ ആദ്യമായിട്ട് വരുന്നത്. ജസ്റ്റ് ട്രൈങ് ടു എക്സ്പ്ലോർ ഇറ്റ്. കഴിഞ്ഞ വർഷം 13 ലക്ഷത്തോളം ആളുകളാണ് ലൈറ്റ് ഫെസ്റ്റിവൽ സന്ദർശിച്ചത്. ഇത്തവണ സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഷാർജയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലേക്കുള്ള വോട്ടെടുപ്പിൽ വൻ മുന്നേറ്റം അവകാശപ്പെട്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി 225 സീറ്റുകളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 125 സീറ്റിലും മുന്നിലാണെന്ന് PTI അവകാശപ്പെടുന്നു. പാർട്ടി ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതിനാൽ സ്വതന്ത്രരായാണ് PTI അനുഭാവികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. വോട്ടെണ്ണൽ തുടരുമ്പോൾ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് 44ഇടത്തും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 28ഇടത്തും മുന്നിൽ എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. PTI പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ തമ്പടിച്ചിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള സൈനിക നേതൃത്വത്തിന് അത് വൻ തിരിച്ചടിയാകും. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് വെടിയേറ്റു മരിച്ചു. ശിവസേന മുൻ MLA വിനോദ് ഗോൽസൽക്കറുടെ മകനും മുൻ നഗരസഭാ കൌൺസിലറുമായ അഭിഷേക് ഗോസൽക്കറാണ് കൊല്ലപ്പെട്ടത്. മുംബൈയിലെ ദഹിസാറിൽ ഫേസ്ബുക്ക് ലൈവിനിടെയാണ് സംഭവം. 3 തവണ നിറയൊഴിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അഭിഷേകിനെ വെടിവെച്ച മൗറിസ് നൊറോണ സ്വയം വെടിവെച്ച് മരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ. 2 മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. യൂണിയൻ ഗവൺമെന്റ് ഫെഡറലിസത്തെ തകർത്തെന്നും സംസ്ഥാനങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമരവേദിയിൽ ഗവർണറെ മുഖ്യമന്ത്രി പരിഹസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചായാണ് കേരള ഹൗസിൽ നിന്നും ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്ക് മന്ത്രിമാരും MLA മാരും MP മാരും എത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഫാറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ, തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജ് തുടങ്ങിയവർ കേരളത്തിന്റെ പ്രതിഷേധവേദിയിൽ പിന്തുണയുമായി എത്തി. സീതാറാം യെച്ചൂരി, D രാജ അടക്കമുള്ള ഇടതു നേതാക്കളും മുൻനിരയിലുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളെ സമതുല്യതയോടെ പരിഗണിക്കുന്ന പുതിയ പുലരിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്ന് ആമുഖമായി മുഖ്യമന്ത്രി. Today we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the center-state relations. പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തോടെ കേന്ദ്രം വിവേചനം കാട്ടി. കേന്ദ്ര സർക്കാരാണ് ഐക്യത്തിന് വിഘാതം ഉണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞങ്ങള് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിന്റെ ഫെഡറലിസമാണ് രാജ്യത്തിന്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. ഡൽഹിയിലെ സമരവേദിയിലും ഗവർണറെ വിമർശിക്കാനും പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെയുണ്ട്. If at all he comes to Kerala, he does not have time to read out the entire governor's address in the assembly. But he has time to sit on the road and create a scene. സമരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് മുസ്ലിം ലീഗ് MP PV അബ്ദുൾ വഹാബ് കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും ചർച്ചയായി. കോൺഗ്രസ് വിട്ടുനിന്നെങ്കിലും 2 മുഖ്യമന്ത്രിമാരടക്കം പ്രധാന നേതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞ പ്രതിഷേധം വലിയ വിജയം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. ജന്തർ മന്ദിറിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ജന്തർ മന്ദറിലെ സമരവേദിയിൽ കേരളത്തിന് പിന്തുണ അറിയിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും എത്തി. ഭിക്ഷയാചിക്കാൻ വന്നതല്ല, അവകാശം പിടിച്ചുവാങ്ങാനാണ് എത്തിയതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ED അന്വേഷണം നടത്തിയ മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കാനാണ് കേന്ദ്ര നീക്കമെന്ന് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. और ये तो किसी को भी कर दे, कल मुझे पकड़ के जेल में डाल देंगे,
विजयन साहब को पकड़ के जेल में डाल देंगे, स्टालिन साहब को पकड़ के जेल में डाल देंगे, सीतारामैया साहब को पकड़ के जेल में डाल देंगे, सुखविंदर जी को किसी भी को भी पकड़ के जेल में डाल देंगे और सरकार गिरा देंगे। हेमंत सोरेन साहब को जेल में डाला, उसके 48 घंटे तक ये लोग तोड़ने की कोशिश करते रहे, जेएमएम को तोड़ देते हैं। ये तो भगवान का भला और जेएमएम वालों का महान है, जेएमएम वाले जो टूटे नहीं इनके सामने। तो ये अब ये किसी भी को भी पकड़ के जेल में डाल देंगे, उसकी सरकार तोड़ देंगे और फिर अपनी सरकार बना लेंगे। ये क्या चल रहा है इस देश के अंदर? സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരത്തോട് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് വിരുദ്ധ സമീപനം. ഡൽഹി സമരത്തിൽ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കേരളത്തെ പിന്തുണച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം സംസ്ഥാന കോൺഗ്രസ് നിന്നില്ലെന്ന വിമർശനം LDF ശക്തമാക്കിയിരിക്കെയാണ് ഡൽഹി സമരത്തെ പിന്തുണച്ച AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തിയത്. കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നു. हर स्टेट में डिस्क्रिमिनेशन हो रहा है. कर्नाटक है, आंध्रा है, तेलंगाना है, केरला और कर्नाटक सभी ऐसे जो नॉन BJP स्टेट्स जो है उनको निग्लेक्ट किया जा रहा है. ഖാർഗെയുടെ പിന്തുണ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് ഊതിപ്പെരുപ്പിച്ച കണക്കു മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് അടുക്കണതിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് 5 കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട് ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്ന് UDF കൺവീനർ MM ഹസൻ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം ന്യായമാണെന്നും കേരളത്തിന്റെ സമരവുമായി അതിനെ താരതമ്യം ചെയ്യരുതെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ഗവർണർ എപ്പോഴും ഡൽഹിയിലാണെന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് മറുപടിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ യാത്രകളെല്ലാം രാഷ്ട്രപതി ഭവന്റെ അനുമതിയോടെയാണ്. ഓണാഘോഷത്തിന് വിളിക്കാത്തവരാണ് താൻ കേരളത്തിൽ ഇല്ലെന്ന് പരാതി പറയുന്നത് എന്ന് ഗവർണർ പറഞ്ഞു. അതേസമയം കേരള സർക്കാർ ഡൽഹി സമരം രാഷ്ട്രീയ നാടകം എന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. Think I should speak on political matters? No, I am only asking you. You decide. I should speak, comment on political matters? No. That is not in accordance with the dignity of the office which I hold. കഴിഞ്ഞ 7 കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളായിട്ടൊന്നും പറയാനില്ലാത്ത ഇടതുമുന്നണി ദുർഭരണത്തിന്റെ പഴി സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ പതിക്കാതിരിക്കാൻ അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഈ സമരത്തിനൊരു പ്രാധാന്യമില്ല. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണം തള്ളി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPA സർക്കാരിന്റെയും NDA സർക്കാരിന്റെയും കാലത്ത് കേരളത്തിന് നൽകിയ തുക താരതമ്യം ചെയ്താണ് മന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകിയത്. NDA സർക്കാർ അധികാരത്തിൽ വന്ന 2014 മുതൽ 2024 വരെ കേരളത്തിന് നികുതി വിഹിതമായി 1,50,140 കോടി രൂപ നൽകിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2004 മുതൽ 2014 വരെയുള്ള UPA ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ച നികുതി വിഹിതം 46,303 കോടി രൂപ മാത്രമെന്നും മന്ത്രി വിശദീകരിച്ചു. 10 വർഷത്തിനിടെ NDA സർക്കാർ കേരളത്തിന് ഗ്രാന്റായി നൽകിയത് 1,43,117 കോടി രൂപ. ഇത് UPA സർക്കാരിന്റെ കാലത്ത് 25,629 കോടി രൂപ മാത്രമായിരുന്നു. നികുതി വിഹിതത്തിൽ 224%, ഗ്രാന്റിൽ 458% വർധനയെന്ന് മന്ത്രി. മൂലധന ചെലവിനുള്ള പ്രത്യേക ധനസഹായവും അധിക കടമെടുപ്പും അനുവദിച്ചെന്നും മന്ത്രി അവകാശപ്പെട്ടു. കണക്കുകളെല്ലാം സുതാര്യമാണെന്നും പണം കിട്ടിയില്ലെങ്കിൽ പറയാമെന്നും വെല്ലുവിളി. കേന്ദ്ര അവഗണന ആരോപിച്ച് കേരള സർക്കാർ ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചതിനു പിന്നാലെയാണ് നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ കണക്കുകൾ നിരത്തിയത്. കേന്ദ്രമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഇടത് MPമാർ ആരോപിച്ചു. 24 ഡൽഹി. SFIO അന്വേഷണത്തിന് എതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് എക്സാലോജി കമ്പനി അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി ഹർജി നൽകിയത്. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. SFIO അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജി തീർപ്പാക്കണമെന്ന് കേരള ഹൈക്കോടതിയിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു.
എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നതിനായി വീണ വിജയന് നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി. കർണാടക ഹൈക്കോടതിയിൽ ഇന്ന് രാവിലെയാണ് ഹർജി നൽകിയത്. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് എതിർകക്ഷികൾ. അന്വേഷണം തടസ്സപ്പെടുത്താൻ കേരളത്തിൽ നടക്കാത്തതിനാലാണ് കർണാടകയിൽ ഹർജി നൽകിയതെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞു. എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടേണ്ടത്? അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് പോകുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഏത് വിധേനയും ഇത് തടസ്സപ്പെടുത്തുക. ഇന്നലെ ഒരു ശ്രമം നടന്നു, അത് വിജയിച്ചില്ല. അപ്പോ ഇവരെപ്പോഴും ചലഞ്ച് ചെയ്യുന്നത് സ്വാഭാവികമായും SFIയുടെ എൻക്വയറി ഓർഡറിനെയാണ്. അതാ അവിടെ ചലഞ്ച് ചെയ്താലും എവിടെ ചലഞ്ച് ചെയ്താലും കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായി ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ നീതിയുക്തമായ അന്വേഷണം നടന്നാൽ കുടുങ്ങാൻ പോകുന്നത് UDF നേതാക്കളെന്ന AK ബാലൻ. യാതൊരു സംശയവും വേണ്ട, നീതിപൂർവം അന്വേഷണം നടന്നാൽ SFIO അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക UDFന്റെ നേതാക്കളായിരിക്കും. CMRL, KSIDC എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുകയാണ് SFIO. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനുവദിക്കണമെന്ന് KSIDC ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ പരിശോധിച്ച ശേഷം വീണ വിജയന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കാൻ തയ്യാറാക്കിയ ധവളപത്രം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. NDA അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു എന്നാണ് ആരോപണം. നരേന്ദ്രമോദി സർക്കാർ പരാജയമെന്ന് ആരോപിച്ച് കോൺഗ്രസ് കരിമ്പത്രിക പുറത്തുവിട്ടു. UPA ഭരണകാലത്ത് ഇന്ത്യ ഏറ്റവും മോശപ്പെട്ട 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നുവെന്ന് ആരോപണം. മോദി സർക്കാർ ഇന്ത്യയെ ഏറ്റവും വലിയ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി മാറ്റിയെന്ന് 56 പേജുള്ള ധവളപത്രത്തിൽ അവകാശപ്പെടുന്നു. മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, രൂപയുടെ മൂല്യം, പൊതുകടം, പണപ്പെരുപ്പം തുടങ്ങിയ സൂചകങ്ങളെ UPA ഭരണകാലവുമായി താരതമ്യം ചെയ്യുന്നതാണ് കേന്ദ്രത്തിന്റെ ധവളപത്രം. ഇതിനു മുന്നോടിയായാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി കോൺഗ്രസ് കരിമ്പത്രിക പുറത്തിറക്കിയത്. डेमोक्रेसी को खत्म करना उनका काम है. हम तो ये चाहते हैं कि जनता की भलाई के लिए इन्हों जो काम करना चाहिए वो काम नहीं हुआ. इसीलिए ये हमारा ब्लैक പേപ്പർ आपको പ്രസന്റ്. കർഷകർ, യുവാക്കൾ തുടങ്ങി വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തിറക്കിയ കരിമ്പത്രികയിൽ പരാമർശിക്കുന്നുണ്ട്. 24 ഡൽഹി. PV എംഎൽഎയുടെ പാർക്കിന് ലൈസൻസ് പുതുക്കി നൽകി കൂടരഞ്ഞി പഞ്ചായത്ത്. പാർക്കിന് എതിരായ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തിരക്കിട്ട് കുടിശ്ശിക തീർത്ത് PV അൻവർ ലൈസൻസ് ഉറപ്പാക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചാണോ ലൈസൻസ് നൽകിയതെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ പാർക്കിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പാർക്ക് പൂട്ടണമെന്നും അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റണമെന്നുമുള്ള ഹർജി കോടതി പരിഗണിക്കുന്നതിന് തൊട്ടുമുൻപാണ് തിരക്കിട്ട നീക്കത്തിലൂടെ PV അൻവർ ലൈസൻസ് തരപ്പെടുത്തിയത്. 2018 മുതൽ 2023 വരെയുള്ള നികുതി കുടിശ്ശികയായ 7 ലക്ഷം രൂപയാണ് അടച്ചത്. തുടർന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് അനുവദിച്ചു. കുട്ടികളുടെ പാർക്കിന് മാത്രമാണ് പ്രവർത്തനാനുമതി. വാട്ടർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന റൈഡുകൾ, ഇതിനൊന്നും അനുമതിയില്ല. കിഡ്സ് ഗാർഡന് മാത്രമാണ്, കുട്ടികളുടെ പൂന്തോട്ടം പ്രദർശനത്തിന് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അവർ അപേക്ഷ നവംബർ മാസം നൽകിയിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ലൈസൻസ് നൽകാൻ സാധിച്ചിട്ടില്ല. മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ലൈസൻസ് അനുവദിക്കാനുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ച ഹൈക്കോടതി ലൈസൻസ് എന്തിന് പുതുക്കി നൽകിയെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. പാർക്കിൽ എന്തെല്ലാം പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയതെന്ന് സത്യവാങ്മൂലം നൽകാനും കൂടരഞ്ഞി പഞ്ചായത്തിനോട് കോടതി ആവശ്യപ്പെട്ടു. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കോഴിക്കോട്. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ട് NDA. ചുവരെഴുത്ത് പ്രചാരണം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെയാണ് ആദ്യഘട്ട പ്രചാരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രവർത്തകർക്ക്, ചുവരെഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകനെന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്തു എന്നേ ഉള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ല. അതിനുശേഷം മാത്രമേ പേരെഴുതൂ. അത് പ്രഖ്യാപനം വരണം. പാർട്ടി തീരുമാനിക്കണം. തീരുമാനിച്ചതിന് ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതിനുശേഷം പേര്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസ് നേതാക്കളുടെ പിടിവലി തുടരുന്നു. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് കെ എം മാണിയുടെ മരുമകൻ MP ജോസഫ് അവകാശപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ UDF ഈ മാസം 14-ന് തീരുമാനമെടുക്കും. ആകെയുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസിനുള്ളിൽ കടുത്ത മത്സരം. PC തോമസ് അടക്കമുള്ളവർ മോഹം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് കെ എം മാണിയുടെ മരുമകനും രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത തനിക്കെന്ന് MP ജോസഫ്. UDF-നൊപ്പം എന്നും അടിയുറച്ചു നിന്നയാളാണ് താൻ. അതുകൊണ്ട് കൂറുമാറുന്നവരെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും MP ജോസഫ് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞിട്ട് തെക്കോട്ടും വടക്കോട്ടൊക്കെ മാറുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ? ശരി. ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ഞാൻ നിൽക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ അടവുകളും അവർ പരിശ്രമിക്കും. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. 3ാം സീറ്റ് ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ തുടരുകയാണ് മുസ്ലിം ലീഗ്. ആവശ്യം UDF-ൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്നും PMA സലാം. അവസാനിച്ചിട്ടില്ല. അവസാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കൂലേ? പിന്നെ വയനാടാണ് ലക്ഷ്യം. അങ്ങനെയൊന്നുമില്ല. 20 സീറ്റിൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിനും UDF-നും ജയിക്കാം. പിന്നെന്താ പ്രശ്നം? അന്തിമ തീരുമാനം ഈ മാസം 14-ന് UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. ഞങ്ങളുമായി ചർച്ച ചെയ്തു. വളരെ സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. ഞങ്ങൾ അവരുന്നയിച്ച ആവശ്യം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം 14-ാം തീയതി. BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടിയുടെ ആലോചന. 24 കോട്ടയം. അണ്ടർ 19 ക്രിക്കറ്റ് ലോക ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. 2ാം സെമിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഓസീസിന്റെ ഫൈനൽ പ്രവേശം. പാകിസ്ഥാൻ ഉയർത്തിയ 180 റൺസ് വിജയലക്ഷ്യം 5 പന്തുകൾ ബാക്കി നിൽക്കെ 9 വിക്കറ്റ് നഷ്ടത്തിൽ ഓസീസ് മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ഹാരി ഡിക്സണും 49 റൺസ് എടുത്ത ഒളിവർ പീക്കുമാണ് ഓസീസിന് ജയമൊരുക്കിയത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനെ ടോം സ്ട്രൈക്കറാണ് കുഞ്ഞൻ സ്കോറിൽ ഒതുക്കിയത്. ടോം 6 വിക്കറ്റ് വീഴ്ത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 ബനോണിയിലെ സഹാറ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ കലാശ പോരാട്ടം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.